ഇതിപ്പോ വാർത്ത കണ്ടങ്ങൾ ശിരോവസ്ത്ര വിവാദം. യൂണിഫോം അനുസരിച്ച് കുട്ടിക്ക് പഠനം തുടരാം, നിലപാടിൽ മാറ്റമില്ല. സ്കൂൾ നിയമം മന്ത്രിക്ക് തടുക്കാൻ പറ്റൂല എന്ന് PTA പ്രസിഡന്റ്. എന്നാ പിന്നെ നിങ്ങൾ തന്നെ മതിയല്ലോ. ആ കുട്ടിന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഔദാര്യമൊന്നുമല്ല, അത് ആ കുട്ടിയുടെ അവകാശമാണ്. ഈ സ്കൂൾ അധികൃതർക്ക് കൃത്യമായി അജണ്ടകളുണ്ട്, അഹങ്കാരമുണ്ട് എന്നുള്ളത് തുറന്നു പറയാൻ ഒരു മടിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ആ കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാമെന്നുള്ള അവകാശം പോലെ തന്നെ ആ കുട്ടിക്ക് അവരുടെ മതവിധി അനുസരിച്ച് വസ്ത്രം ധരിച്ചുകൊണ്ട് വരാനുള്ള അവകാശവും ഉണ്ട്. അത് ആ വിദ്യാർത്ഥിനിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം തന്നെയാണ്. അതിവിടെ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് നിയമം. പിന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രി ഇടപെടാൻ പറ്റൂല, അവര് ഇടപെടാൻ പറ്റൂല, അവര് പരാമർശം നടത്താൻ പറ്റൂല എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണ്, അത് നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണ്. ഈ രാജ്യത്ത് തല തുറന്നു വെക്കണമെന്ന്, യൂണിഫോമിന്റെ ഭാഗമായിട്ട് തല തുറന്നു വെക്കണമെന്നൊരു നിയമമുണ്ടോ ഈ രാജ്യത്തുണ്ടോ? എന്നിട്ട് ഗവൺമെന്റിന്റെ ഉത്തരവ് പോലും അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ നിയമവിരുദ്ധത വിദ്യാർത്ഥിനികളുടെ മേൽ അടിച്ചമർത്താനേ അവര് വരുന്നത് നിങ്ങളുടെ അരമനകളിലേക്കല്ല, ഒരു പൊതുവിദ്യാലയത്തിലേക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് മൗനമായി നിന്നാൽ ഇത് നാളെ ഇവിടുത്തെ ഒരു സാധാരണ രീതിയായിട്ട് മാറും എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഇത് എല്ലാ സ്കൂളുകളിലും പല അജണ്ടകളുമായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാകും. ഇത് സ്വാഭാവികമായിട്ടും ഇത് വകവെച്ചു കൊടുത്താൽ ഇത് ഇന്ന് പള്ളുരുത്തിയിലാണെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്ത് വരും, അപ്പുറത്ത് മറ്റൊരു സ്ഥലത്ത് വരും. ഇതൊരിക്കലും അവകാശങ്ങളെ ലംഘിക്കുന്നതാണ്, മതപരമായ വിശ്വാസങ്ങളെ ലംഘിക്കുന്നതാണ്, ഇത് ഭരണഘടന വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ മതേതര ചേരികൾ ഇതിന് ശക്തമായ രീതിയിൽ രംഗത്ത് വരേണ്ടതുണ്ട്. ഇത് ആ സ്കൂൾ അധികൃതരുടെ കാടത്തപരമായ നിലപാടുമാണ്. അല്ലാതെ തലമറക്കാൻ പാടില്ല എന്ന് രാജ്യത്ത് എവിടെ നിയമമുള്ളത്? സ്കൂൾ യൂണിഫോമിന്റെ വിഷയത്തിൽ ഇതിൽ മതേതര സമൂഹവും സമുദായവും പ്രതികരിക്കേണ്ടതുണ്ട്. പല വീഡിയോകളിലും ഇങ്ങനെ കേട്ടു, ഇതിലാരും ഇടപെടേണ്ടതില്ല, ഇതിൽ അങ്ങനെ ഇടപെടേണ്ടതില്ല. ഇത് പൊതു രീതിയായിട്ട് മാറുമ്പോൾ പിന്നെ തൊള്ള പൊളിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഇത് ഓരോരുത്തരുടെ, ഇതൊരു മതത്തിന്റെ മാത്രം വിഷയമല്ല, ഇത് ഓരോരുത്തരുടെ ചോയ്സാണ്. അതായത് തങ്ങളുടെ മതം അനുസരിച്ചുകൊണ്ട് തല മറച്ചുകൊണ്ട് വരണമെങ്കിൽ അത് അങ്ങനെ തന്നെ വരാനുള്ള ഒരു അവകാശം. അവർ യൂണിഫോമിന്റെ കളർ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ആ യൂണിഫോമിന്റെ ആകൃതി മാറ്റിയിട്ടൊന്നുമില്ല. അവർ തലയിൽ ഒരു ശിരോവസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കന്യാസ്ത്രീ രംഗത്ത് വരികയാണ് ശിരോവസ്ത്രം ഇട്ടുകാണ്ടേ. ഏറ്റവും വലിയ അശ്ലീലതയെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി, അതായത് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനം ഏതാ കേരളത്തിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാ ഓലെന്നെ മതിയല്ലോ. ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിനും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിക്കും ജനപ്രതിനിധിക്കും ഇവിടെ ഒരു നിലയും വിലയില്ലേ? അതോ നിങ്ങളുടെ നിയമവിരുദ്ധമായ അജണ്ട നടപ്പിലാക്കുമ്പോൾ ഇതൊക്കെ മൗനമായി കേട്ടു നിൽക്കണം, അനുസരിച്ചു കൊള്ളണം എന്നുള്ള ധാർഷ്ട്യം നിങ്ങൾ ആ കുട്ടിയോട് കാട്ടി, അത് പൊതുസമൂഹം അറിഞ്ഞു, ഇവിടുത്തെ ഭരണാധികാരികൾ അറിഞ്ഞു, കൃത്യമായി അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അതും പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഹങ്കാരവും അഹന്തയും എത്രത്തോളം ഉണ്ട്? അതൊരിക്കലും കേരള സമൂഹം അംഗീകരിച്ച് തരൂല. ഇപ്പൊ കർണാടകയിലെ ഹിജാബിന്റെ വിഷയം എങ്ങനെ പറയുന്നുണ്ട്? ആ കർണാടകയിൽ ഹിജാബിന്റെ വിഷയം സംഭവിച്ചപ്പോ ഇവിടെ ഒരുപാട് ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പോലൊക്കെ എവിടെ? ഇതിൽ നീതിയുക്തമായ നടപടി സ്വീകരിക്കാൻ ഇപ്പൊ നിലവിലുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയും ഭരണകൂടവും തയ്യാറാകണം. അതേപോലെ തന്നെ മറ്റൊരു വാർത്ത കണ്ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി ഞങ്ങളുടെ നിയമം അനുസരിച്ച്. അത് പറയുന്നത് കൂടെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ ചേർക്കുമ്പോൾ അവരുടെ ബൈലോ, അവരുടെ അജണ്ട, അവരുടെ മതപരമായ കാര്യങ്ങൾ ഒളിച്ചു കടത്താനാണ് എങ്കിൽ അവർക്കാവാം, അവർക്ക് ശിരോവസ്ത്രമാകാം, അവർക്ക് കൊന്തയിട്ടുകൊണ്ട്, അവർക്ക് കുരിശുമാല ധരിച്ചുകൊണ്ടൊക്കെ വിദ്യാർത്ഥികളോട് സംവദിക്കാം. എന്നാൽ തങ്ങളുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് തലമറക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളോട് സഹകരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ട നിലപാട്. ഇത് വർഗീയപരമായിട്ട് പറയുന്നല്ല, ഇത് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, കുറച്ച് മുമ്പ് ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് പഠിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. ലിംഗസമത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ ഇവിടെ സ്കൂൾ തലങ്ങളിലൊക്കെ നടന്നു, രക്ഷിതാക്കളൊക്കെ. അതൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റുമൊക്കെ ഇടപാട്ട് വലിയ സമരങ്ങളൊക്കെ ഇവിടെ കാഴ്ചവെച്ചു. എവിടെ സമരക്കാരെവിടെ? ഒരു കുട്ടിയുടെ മൗലികമായ ഒരു അവകാശത്തെ ഇങ്ങനെ ഹനിക്കുമ്പോൾ അത് ഹനിച്ച വ്യക്തികൾ ആരാണ്? ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ ജനസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന അശ്ലീലപരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ട് അതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ
ശക്തമായ രീതിയിൽ നടപടി സ്വീകരിക്കുന്ന മന്ത്രിയുടെ ഇടപെടൽ പോലും അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അവരുടെയൊക്കെ ധാർഷ്ട്യവും അവരുടെയൊക്കെ അഹങ്കാരവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ പിതാവ് സ്കൂളിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ കുട്ടിയെ പറഞ്ഞേക്കുമെന്ന് പറഞ്ഞ ആ ഒരു വിഷയങ്ങളൊക്കെ ഹൈബിയുടെ ഇടപെട്ടു എന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ പിതാവ് കുട്ടിയെ ആ നിലക്ക് തന്നെ വളർത്തുക, ഇത് ഒരു പൊതുസമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അത് തന്നെയാണ് മന്ത്രി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞതും ആ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ച് കൃത്യമായി അതിനോട് പ്രതികരിച്ചതും. അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയാണ് മന്ത്രിയും ഭരണകൂടവും കാട്ടേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ ഇതിനോട് പ്രതിഷേധിച്ചുകൊണ്ട് അത്തരം സംഭവങ്ങളെ ഇവിടെ നടക്കാൻ പാടില്ലാത്തതാണ്, അത് വകവെച്ച് കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.